യാതൊരു ജനങ്ങളും ഭക്തി എന്നെ ചിത്ത സംസാരബന്ധം തന്നിൽ വസിക്കുന്നവർക്കെല്ലാം മേൽപോട്ടുഗതിയില്ല, സംസാരം തന്നെ ഫലം. ഇപ്രകാരമാമതിൻ സാരമെന്നതു നൂനം. ഇത്തരം ചമസന്റെ വാക്കുകൾ കേട്ടു നിമി എത്രയും മോദത്തോടു ചോദിച്ചിതതു നേരം. ഓരോരോ കാലത്തിങ്കൽ ഭഗവത് വർണ്ണ ഭേദ ചാരുരൂപങ്ങൾ നാമധ്യാന പൂജാതി വിധി പാരതിൽ നരന്മാരാൽ ചെയ്യേണ്ടും ക്രമങ്ങളെ പാരാതെ അരുൾ ചെയ്യുക വേണം എന്നതു കേട്ടു. ഓരോരോ യുഗം തോറുമുള്ള പൂജാതി വിധി പരമാനന്ദത്തോടെ കരഭാജനൻ ചൊന്നാൻ. കേൾക്കെടൂ, കൃതയുഗേ ശാന്തരായി നിർവൈരരായി സൽകൃതന്മാരായ സമബുദ്ധികളായ നിത്യം തപസ്സ ശമതമ സാധന സംയുക്തരായി വിപുല ഗുണവാന്മാരായുള്ള മാനുഷന്മാർ ശുക്ലവർണ്ണനായി ചതുർബാഹുക്കളോടുകൂടി വൽക്കലാംബര ജടാധാരിയായി കൃഷ്ണാജിന് പൂണുനൂൽ ദണ്ഡകമണ്ഡലുക്കളെല്ലാം ധരിച്ചു ആനന്ദ സമന്വിതം ഗരുഡോ ധർമ്മസ്ഥാപനകരൻ യോഗേശൻ ജഗൽപതി നിർമ്മലൻ പുരുഷൻ അവ്യക്തനീശ്വരൻ ദേവൻ പരമാത്മാവൻ നിത്തം സുതിച്ചു വൈകുണ്ഠനെ പരമാനന്ദത്തോടെ സേവിച്ചു പൂജിക്കുന്നു. ത്രേതയാം യുഗത്തിങ്കൽ വേദവിദ്യകൾ കൊണ്ടു സാധു ധർമ്മിഷ്ഠന്മാരായി ബ്രഹ്മവാദികളായ മനുഷ്യർ രക്തവർണ്ണനായി ചതുർഭുജത്തോടും ശോണിത കേശ ത്രിമേഖലാ സംയുക്തനായി വേദാത്മാ ശ്രുവസുഖാദ്യുപലക്ഷണനായി വൃഷ്ണിഗർഭസ്ഥൻ ദേവൻ ജയന്തൻ വൃഷാ കപി വൃഷ്ണി സംയുതൻ വിഷ്ണുരിത്യേവം സ്തുതി ചെയ്തു സർവദേവനാമയനാകിയ ദേവൻ തന്നെ സർവദാ ഭക്തിയോടു നിത്യവും പൂജിക്കുന്നു. ദ്വാപരയുഗത്തിങ്കൽ വേദതന്ത്രങ്ങൾ കൊണ്ടു പാപഹീനന്മാരുമായി പരിജിജ്ഞാസുക്കളായി മർത്യന്മാർ ശ്യാമവർണ്ണനായി ചതുർഭുജങ്ങളിൽ ഉത്തമ ശംഖുചക്രാധ്യായുധരനായി പീതവാസസം ശ്രീവത്സാംഗിതാധ്യാഭയോടും മാധവ സ്വരൂപത്തെ ധ്യാനിച്ചു വഴി പോലെ വാസുദേവായ പുരുഷാത്മനെ ഭൂതാത്മനെ വാസവാദ്യാമരൗഘരാധിതാംഗ്രയേ നമഃ. നമസ്തേ ഭഗവതേ നാരായണായ നമോ നമസ്തേ വിശ്വായ വിശ്വേശ്വരായ തേ നമഃ. അനിരുദ്ധായ പ്രദ്യുമ്നായ മുക്തായ നമോ മുനയേ സംഘർഷണമൂർത്തയേ നമോ നമഃ. ഇങ്ങനെ സ്തുതിച്ചു അതിഭക്തിയോടനുദിനം മംഗളം മഹാരാജലക്ഷണം ജിൽപുരുഷം ജഗദീശ്വരം ജന്മരഹിതം ജനാർദ്ദനമോ ഭഗവത്പദം പൂജിച്ചിടുന്നു ധ്രുവോത്തമ. കേൾക്കടോ, കലിയുഗേ കൃഷ്ണവന്ദനായൊരു പാൽക്കടൽ വാസങ്കൻ കൃഷ്ണം പാർശ്വത സാങ്കോപാംഗൈര് സർവദാ ഭരിഭവനാശനമഭീഷ്ടതം സർവതീർത്ഥാസ്പദമായി സർവവിശ്വശൃംനുതം ഭക്താർത്തികരം ഭവസംസാരാർണവബോധം മുക്തിദം ചിൽ പുരുഷമീ വണ്ണ സ്തുതി ചെയ്തു. യജ്ഞങ്ങൾ കൊണ്ടും തുലോം കീർത്തനങ്ങളെ കൊണ്ടും വിജ്ഞാനി ജനം പൂജിച്ചിടുന്നിതറിഞ്ഞാലും സുഖദുഃഖങ്ങൾ ഇഹപരങ്ങൾ ഉപേക്ഷിച്ചു മഖദാനാദി ധർമ്മതൽപരന്മാരായി പിന്നെ സദ്ഗുരുവചനത്താൽ ആരണ്യം പ്രാപിച്ചുടൻ ഇക്കണ്ഠമായ ഗൃഹധാരാദിപാശങ്ങളെ വെടിഞ്ഞ് കലിയുഗത്തിനനുരൂപമായ വടിവാ ഹരിജഗദീശ്വരൻ ഭഗവാൻ തൻ മഹിമ ഗുണങ്ങളെ കീർത്തിച്ചു പാദാ
പാദാംബുജം അകമേ ധരിച്ചുക പരമാനന്ദത്തോടും യുഗവർത്തികളായ മനുജന്മാരാൽ നിത്യം ജഗദീശ്വരൻ താനും പൂജിക്കപ്പെടുന്നിതു. കലികാലത്തു നാമകീർത്തനങ്ങളാൽ മാത്രം ചലനഹീനന്മാരായി ഗുണവാന്മാരായി അതിസാരജ്ഞന്മാരായി ആര്യന്മാരായ മനുജന്മാർ സാരമാം ഭഗവത് കീർത്തനങ്ങൾ കൊണ്ടു തന്നെ സർവധർമാർത്ഥകാമമോക്ഷങ്ങൾ സാധിക്കുന്നു. സർവാത്മാ ജഗത്പതി തന്നെ അനുഗ്രഹത്താലെ ഇതിങ്കൽ വിമുഖന്മാരായുള്ള ജനമെല്ലാം അതിലോഭികളായി മൂഢന്മാരായിട്ടവർ ശാന്തിഹീനരായി സംസാരത്തിങ്കളുടന്ന് അതിഭ്രാന്തമാനസന്മാരായി നശിച്ചിടുന്നു വൃഥാ. ചൊൽക്കൊണ്ട കൃതയുഗാദികളാമ്പൂന്നെങ്കിലും ഉത്ഭവിച്ചിരിക്കുന്ന പ്രജകൾ കലിയിങ്കൽ മാനുഷജന്മം ലഭിച്ചിടുവാൻ ഇച്ഛിക്കയാൽ മാനുഷരായി കലവും ഭക്തരായി ഭവിക്കുന്നു. ആയതിൽ ചിലർ വിഷ്ണു ഭക്തരായി തീർത്ഥ സ്നാനമാചരിക്കുന്നു. ഭക്ത്യ ഭൂപ്രദക്ഷിണം ചെയ്തു ഭഗവത് ഭക്ത്യ ശ്രേഷ്ഠന്മാരായി സർവകർമ്മം ഭഗവത് സമർപ്പണം ചെയ്തു ശുദ്ധന്മാരായി ഭക്തന്മാർ മുനിദേവ പിതൃമാനുഷന്മാർക്കും കൃത്യമായുള്ള കർമ്മമൊന്നുമേ ചെയ്യായെങ്കിലും ദോഷമേതുമേയില്ല, ശോകബന്ധവുമില്ല. വാസുദേവനാംബരൻ സർവകർമ്മണ്യൻ നൂനോ ആകയാൽ സർവജഗന്മൂലമായിരിക്കുന്ന ലോകേശൻ പാദപത്മം ഭജിച്ചു കാലാന്തരാൽ ഭവിച്ചു സത്തുക്കളായി ജനിച്ചു ബ്രഹ്മപദം ലഭിച്ചിടുന്നു. നരജന്മത്തിൻ ഫലം നൂനമോ ഇങ്ങനെ യുഗം തോറും ഭഗവത് പൂജാമാർഗം മംഗളം കലിയെങ്കിൽ ഭഗവത് സങ്കീർത്തനമോ മുഖ്യമെന്നത് പറഞ്ഞിടുക മനതാരിൽ വിഖ്യാത ഗുണനിധേ മിഥില നൃപോത്തമാ. ഇങ്ങനെ നിമിയോട് യോഗികൾ അരുൾ ചെയ്തു മംഗലമതേ വസുദേവ കെട്ടിയിടു ശേഷം ധ്യാനവും യജ്ഞം പിന്നെ അർച്ചനം കീർത്തനവും ഈ വണ്ണം യുഗക്രമ പൂജകളോടുകൂടി ഭഗവത് ധർമ്മങ്ങളെ മിഥിലേശ്വരനിത്യം അകമേ കേട്ടുധരിച്ച് ആനന്ദ സമന്വിതം യജ്ഞാവസാനത്തിങ്കൾ നവയോഗികളായ വിജ്ഞാനി മുനികളെ ആചാര്യനോടും കൂടി പൂജിച്ചു. യോഗികളും അന്തർദാനവും ചെയ്തു. രാജാവും ധർമ്മിഷ്ഠനായി വാണിതു യഥാസുഖം. പരമാത്മനി പിന്നെ തത്തപോ ബലജ്ഞാനാൽ പരബ്രഹ്മത്തെ പ്രാപിച്ചിടാൻ നിമി. പിന്നെ നീയും ഈ ശ്രുതങ്ങളായിടിന ഭാഗവതമായ ധർമ്മങ്ങളോടു ശ്രദ്ധാസംയുക്തരായി മേവുക. മഹാഭാഗനായുള്ള വസുദേവ കേവലൻ മഹാവിഷ്ണു തൊൽപുത്രനായി വന്നു ദർശനാലിംഗനാലാപങ്ങളെ കൊണ്ടും പിന്നെ സ്പർശനാസന ശയനാദികളാലും കൃഷ്ണേ പുത്രസ്നേഹത്താലുള്ള കൗതുകം കൊണ്ടും നിത്യം ഭർത്തൃഭാര്യമാർ നിങ്ങൾ യശസ്സുകൊണ്ടും ലോകമൊക്കെയും പൂർണ്ണമായി ഭവിച്ചിതറികേടു സൽഗുണനിധേ കൃഷ്ണേ. വൈരാനുബന്ധം കൊണ്ടും ശിശുപാലാദികളാ നൃപന്മാർക്ക് ഇത് ലഭിച്ച് അശുഭമണയാതെ ഗോപസ്ത്രീകളും മറ്റും പല നാരീഭിരനുലാളിത വിലോകന ലളിത വിലാസങ്ങൾ കൊണ്ടും സദ്ഗതി വന്നു. സർവാത്മാവായ വിഷ്ണു ഭഗവൻ പരമാത്മാ സർവൈ നിർവൈരചിത്തന്മായ മാനുഷവേഷം പൂണ്ടു ഭൂഭാരസുരജനഹന്താവായി അവതരിച്ച് ഉർവിയിലെല്ലാം യശസ്സുണ്ടാക്കിയിടുന്നു നാഥൻ. നാരദവാക്യമേവം കേട്ടോരു വാസുദേവൻ ആരൂഢാനന്ദത്തോടെ പൂജിച്ചു മുനീന്ദ്രനെ സാദരം പ്രസാദിച്ചു. നാരദ മുനിതാനോ മോദമോടതു നേരം അന്തർദാനവും ചെയ്തു. നവയോഗികൾ നിമിക്കുപദേശിച്ചതെല്ലാം ഇവിടെ വസുദേവരോടു നാരദൻ ചൊന്നാൻ.
ഇങ്ങനെ പരീക്ഷിത്തിനോട് ശ്രീ ശുകമുനി മംഗലമായ കഥ കേൾക്കെന്നാൻ ഇനി ശേഷം.